വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു ചപ്പാത്തി മുട്ടക്കറിയും വെക്കാം. അതിന് വേണ്ടി ഞാൻ സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കതിൽ പെരിഞ്ചീരകം ഇടാം. പെരിഞ്ചീരകം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് 2-3 അധികം വേണ്ട ഉലുവ, ഞാൻ എൻ്റെ കറിക്കൊക്കെ ഇടുന്നതാണ് ഉലുവ. പിന്നെ നമുക്ക് അതിലേക്ക് ഏലക്കായും ആ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. പിന്നെ അത് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കണേ. ഏലക്കയുടെ തൊലിയിലെല്ലാം വിഷമാണെന്നല്ലേ പറയുന്നത്. അപ്പം നമ്മൾ ഏലക്ക ഇട്ട് കൊടുത്ത് പിന്നെയാണ് ലാസ്റ്റാണ് ഞാൻ കടുകിടാറ്. അങ്ങനെ ഇതെല്ലാം പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ കുനുകുനാന്നരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സബോള, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഈ ചൂടായിരിക്കുന്ന പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഞാനിപ്പോഴേ ഇടാറില്ല. ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടി ഇളക്കി ഉപ്പ് ഇട്ട് നമുക്ക് അടച്ചു വെച്ച് വേവാൻ വെക്കാം. വേവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൊരിയുന്ന ആ ഒരു പരുവില്ല, അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ സ്റ്റേജ് അങ്ങനെ നമുക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിനി ചപ്പാത്തി മാവ് ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, അങ്ങനെ നമ്മുടെ ചപ്പാത്തി മാവെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഈ നേരത്ത് നമ്മുടെ സവോളയെല്ലാം വഴണ്ട് വന്നോ ഇല്ല, ഒരു ഇച്ചിരിയും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തുള്ളൂ. ഈ നേരത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ നമുക്കത് അടച്ചു വെച്ചേക്കാം, അവിടെ ഇരുന്ന് വേണം. ഈ നേരത്ത് നമ്മുടെ ചപ്പാത്തി മാവെടുത്ത് ചെറിയ ബോൾസായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അതിന് പൂരി പ്രസ്സായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. കാര്യം ഞാൻ പരത്തി കഴിഞ്ഞാൽ വട്ടത്തിൽ കിട്ടത്തില്ല. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒന്ന് പൂരി പ്രസ്സിൽ വെച്ച് അമർത്തിയിട്ട് നമുക്ക് പരത്തിയെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാവെല്ലാം നമ്മൾ ഈക്വലായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഈ നേരത്ത് നമുക്ക് നോക്കാം നമ്മുടെ സവോളയുടെ പരുവം അതെല്ലാം വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മുടെ ചിക്കൻ മസാലയും ഇട്ട് കൊടുത്ത് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് നമുക്ക് അടച്ച് ഒരു കുറച്ച് സമയം വെക്കണം, തിള വരുന്നോടം വരെ. എന്നിട്ട് നമ്മുടെ ഇതെല്ലാം പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചേക്കാം. ഇനി അത് നമുക്ക് അടച്ചു വെച്ചിട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ പൂരി പ്രസ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. യൂട്യൂബിലെല്ലാം കണ്ടു അതിൽ ഒരു പ്ലാസ്റ്റിക് പേപ്പർ വല്ലതും ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ വരത്തുള്ളൂ. അതുകൊണ്ട് അതാണ് ഇവിടെ കവർ കെട്ടി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ചപ്പാത്തി എല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് എണ്ണയെല്ലാം തടവി കൊടുത്ത് നമുക്ക് നമ്മുടെ നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ടും വട്ടമൊന്നും ആയിട്ടില്ല. ഇതൊക്കെ മതി. ഇനി അത്യാവശ്യം പൊങ്ങിയൊക്കെ വരുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ കറി ഇപ്പം തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലല്ല, പശുവും പാലാണ്, മിൽമയുടെ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊഴിച്ചു കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയത്തില്ല, പക്ഷേ എനിക്ക് വിഷയമൊന്നുമില്ല, പിരിഞ്ഞൊന്നും പോകാറില്ല. അങ്ങനെ നമ്മുടെ മുട്ടയെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്കിനി അതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. അങ്ങനെ നമുക്കതിനി അടച്ചു വെച്ചേക്കാം. തേങ്ങാപ്പാൽ ചേർക്കേണ്ടവർക്ക് തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അടച്ചു വെച്ച് നമ്മുടെ ഇതെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് നേരമായിട്ട് അവിടെ ഇരിക്കട്ടെ, കുറച്ച് നേരം ഇരുന്നാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഒരു ചപ്പാത്തി എടുക്കാം. കണ്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല ചപ്പാത്തിയാണ്. പക്ഷെ കെട്ടിയവൻ പറഞ്ഞത് ജയിലിലെ ചപ്പാത്തിയെ കൂട്ട്. കാര്യം കെട്ടിയവൻ ജയിലിലെ ചപ്പാത്തി കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എന്തും പറയാം. ജയിലിലെ ചപ്പാത്തി ചിലപ്പോൾ സൂപ്പറായിരിക്കും. അങ്ങനെയാണ് മുട്ടയും വെച്ച് ഞാൻ കഴിച്ചു. ഇനി നമുക്ക് നാളെ